ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ഇവൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് മിസ്റ്റർ. ആരെ വിവാഹം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയായവൾ. പിന്നെ ഇവളെ നോക്കിയ കണക്കൊന്നും താൻ പറയണ്ട. തൻ്റെ മകനും ഭാര്യയ്ക്കും തോന്നുമ്പോൾ കൊട്ടിക്കളിക്കാനുള്ള ചെണ്ട. അതല്ലെങ്കിൽ നേരെ അണ്ണാക്കിലേക്ക് കുത്താനുള്ള ഭക്ഷണം എത്തിക്കാൻ ചട്ടം കെട്ടിയ വീട്ടുജോലിക്കാരി. അതാണ് ഈ വീട്ടിൽ ഇവളുടെ സ്ഥാനമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛനെന്ന നിങ്ങളുടെ വീരവാദം അതേത് തരത്തിലാണെന്നും എന്ത് കണ്ടിട്ടാണെന്നും എനിക്കറിയാം, എല്ലാം അറിയാം. അവസാന വാചകം പറയുമ്പോൾ ശ്രീറാമിൻ്റെ ചൂണ്ടുവിരൽ താക്കീതോടെ രവീന്ദ്രൻ്റെ മുഖത്ത് നേരെ ഉയർന്നു. അവൻ്റെ ചുണ്ടിനൊരു കോണിൽ നേർത്തൊരു ചിരി ഉണ്ടായിരുന്നു. രവീന്ദ്രനോടുള്ള പകനീറ്റുന്ന ഗൂഢമായൊരു മന്ദസ്മിതം. രവീന്ദ്രനാകെ വല്ലാതായി. ശ്രീറാമിൻ്റെ തീക്ഷ്ണമാർന്ന നോട്ടത്തിൽ അയാൾക്ക് തൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. അയാൾ പതുങ്ങിക്കൊണ്ട് ശ്രീറാമിൻ്റെ ചുവന്ന മിഴികളിൽ നിന്നും തറയിലേക്ക് നോട്ടം മാറ്റി. പുലിയെപ്പോലെ തനിക്ക് മുന്നിൽ നിന്ന് ചീറിയ രവീന്ദ്രൻ്റെ ഭയം തുടിക്കുന്ന പരവേശം ശ്രീറാം ആസ്വദിക്കുകയായിരുന്നു, വല്ലാത്തൊരു തരം നിർവൃതിയോടെ. ഇനി തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പറയണം. ശ്രീറാം അതേ രൂക്ഷതയോടെ തുടർന്നു. വാക്കുകൾക്ക് മുമ്പിൽ രവീന്ദ്രൻ പതറി. മുഖം രക്തമയമില്ലാതെ വിളറി വെളുത്തു. അയാളുടെ ദേഹമാസകലം വിയർപ്പ് തുള്ളികൾ കിനിഞ്ഞിറങ്ങി. ശ്രീറാമിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കിയെടുക്കാൻ രവീന്ദ്രൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അവൻ എന്തൊക്കെയോ അറിയാമെന്നുള്ള സത്യം അയാളെ മൗനിയാക്കി. ഒരക്ഷരം ഉരിയാടാതെ രവീന്ദ്രൻ ദയെ വൈരാഗ്യപൂർവ്വം ഒന്ന് നോക്കി ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറി നിന്നു. തോറ്റുപോയതുപോലുള്ള രവീന്ദ്രൻ്റെ നിൽപ്പ് സിദ്ധാർത്ഥിനെ ദേഷ്യപ്പെടുത്തി. തൻ്റെ അച്ഛൻ ആർക്കു മുന്നിലും തല താഴ്ത്തുന്നത് അവനിഷ്ടമല്ലായിരുന്നു. സാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. നിങ്ങൾ പ്രശസ്തിയും സ്ഥാനങ്ങളും ഒക്കെയുള്ള ഒരു വലിയ ഗായകനെല്ലാം ആയിരിക്കും എന്ന് വെച്ച് ഈ കുടുംബത്തിലെ കാര്യങ്ങളിൽ കൈ കടത്താനുള്ള അധികാരമോ അവകാശമോ. സിദ്ധാർത്ഥിൻ്റെ സംഭാഷണം അവസാനിക്കും മുമ്പേ ശ്രീറാമിൻ്റെ വലത് കൈ അവന് മുന്നിൽ അവൻ ഉരുവിടുന്ന വാക്കുകൾക്ക് മീതെ തടസ്സമായി ഉയർന്നു. ഞാൻ തൻ്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനൊന്നും വന്നതല്ല, എനിക്കതിന് താല്പര്യവും. നിഷേധത്തോടെ പറഞ്ഞവൻ ദയയ്ക്ക് മേലുള്ള പിടി അയച്ച് അവളോടായി സംസാരിച്ചു തുടങ്ങി. ദുർഗയ്ക്ക് ഞങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി പറഞ്ഞോളൂ, തന്നെ ആരും തടയില്ല. അവൾക്ക് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അതിയായ മോഹമുണ്ടെങ്കിലും ശ്രീറാമിൻ്റെ ഭാര്യയായൊരു തുടർജീവിതം അവൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ രവീന്ദ്രനിൽ നിന്നും അയാളുടെ പ്രവർത്തികളിൽ നിന്നും വിമുക്തയാകാൻ ഇതുപോലൊരവസരം ഇനി ഒരിക്കലും തനിക്ക് മുമ്പിൽ തുറക്കപ്പെടുകയില്ലെന്ന തിരിച്ചറിവിൽ അവൾ മറ്റൊന്നും ആലോചിക്കാതെ ശ്രീറാമിനെ നോക്കി തലകുലുക്കി. എന്താ ഇതിനർത്ഥം? ഞങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമുണ്ടെന്നാണോ, അതോ ഇവിടെ തന്നെ തുടരുകയാണെന്നാണോ? ഞാൻ വരാം നിങ്ങൾക്കൊപ്പം. എപ്പോഴത്തെയും പോലെ ഭയപ്പാടോടെ ശബ്ദം താഴ്ത്തി അവൾ മറുപടി പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ സിദ്ധാർത്ഥ് കോപം കൊണ്ട് ജ്വലിച്ചു. കാലങ്ങളായി തൻ്റെ ചൂണ്ടയിൽ കുരുങ്ങിക്കിടന്ന ഇരയെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കടുത്ത നിരാശയും രോക്ഷവും അവൻ്റെ നെഞ്ചിനെ പുകയ്ക്കുകയായിരുന്നു. അതിനുമപ്പുറം ഇനിയുള്ള അവളുടെ ജീവിതം കണ്ണീരും വേദനകളും ഇല്ലാതെ തീർത്തും സുഖകരമായിരിക്കുമെന്ന ചിന്ത അവനിൽ ആ പെണ്ണിനോടുള്ള വിദ്വേഷം ഇരട്ടിക്കാൻ കാരണമായി. സിദ്ധാർത്ഥ കലിയോടെ ദയയ്ക്ക് നേരെ കൈ ഉയർത്തിയതും ശ്രീറാം അതിൽ കയറി പിടിച്ചു. നോക്ക് സിദ്ധാർത്ഥ്, ആരെയും ദേഹോപദ്രവം ചെയ്തോ മോശമായി സംസാരിച്ചോ എനിക്ക് ശീലമില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി നിൻ്റെ ഈ കൈ ഇവൾക്ക് നേരെ ഉയർന്ന ശീലങ്ങളൊക്കെ ഞാനങ്ങ് മറക്കും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ ദേഹത്ത് പതിയുമെന്ന്. സിദ്ധാർത്ഥിൻ്റെ കൈകൾ കരുത്തോടെ തട്ടിത്തെറിപ്പിച്ച് ശ്രീറാം തനിക്കരികിൽ നിൽക്കുന്ന ദയയുടെ ഇടം കൈയിലേക്ക് തൻ്റെ വലം കൈ കോർത്ത് പിടിച്ചു. ദുർഗ വാ, അമ്മേ വരൂ. മൂവരും നടന്നകലുന്നത് നോക്കി സിദ്ധാർത്ഥ് അടക്കാനാകാത്ത ക്രോധത്തോടെ മുഷ്ടി ചുരുട്ടി ചുവരിലേക്ക് ആഞ്ഞടിച്ചു. തന്നിൽ നുരഞ്ഞു പൊന്തുന്ന അമർഷം നിയന്ത്രിക്കാൻ രവീന്ദ്രനും നന്നെ കഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ പ്രഭാകരവർമ്മയിൽ വല്ലാത്തൊരാശ്വാസമായിരുന്നു. വാക്കുകൾ കൊണ്ട് അവളെ അനുഗ്രഹിച്ചില്ലെങ്കിലും നിറഞ്ഞ മനസ്സാലെ അയാൾ അവളെ ആശീർവദിച്ചു. ഒപ്പം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ വേദനകൾക്ക് മുന്നിൽ മൗനം പാലിച്ചതിന് മൂകമായി 1000 ആവർത്തി മാപ്പിരുന്നു ആവർത്തൻ. ദയയുമായി ഉമ്മറപ്പടികൾ കയറി വരുന്ന ശ്രീറാമിനെയും മഹാലക്ഷ്മിയെയും കണ്ട് ഉദയനും ശേഖരനും കാര്യമറിയാതെ പരസ്പരം നോക്കി. ഉദയ്, തന്നോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ ഇന്നൊരു തീരുമാനമെടുത്തു. ഈ കുട്ടിയെ ഞാനിങ്ങ് കൂട്ടി. ഇനി ഇവൾ നമുക്കൊപ്പം ഉണ്ടാവും. ഉറച്ച സ്വരത്തോടെ മഹാലക്ഷ്മി പറഞ്ഞതിന് മറുപടിയായി ഉദയനൊന്ന് പുഞ്ചിരിച്ചു. ഒന്നും കാണാതെ മഹാലക്ഷ്മി അത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേരില്ലെന്ന് മറ്റാരേക്കാളും നന്നായി അയാൾക്കറിയാം. ശേഖരൻ എപ്പോഴും അവരെടുത്ത തീരുമാനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു. മഹി,
കിച്ചു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എടോ, അവനറിയാതെ. വാക്കുകൾ പൂർത്തീകരിക്കാതെ കുറ്റബോധത്താൽ മിഴികൾ നിറഞ്ഞ ശേഖരനെ കണ്ട് മഹാലക്ഷ്മി ആകെ വല്ലാതായി. കൈലാസ് പറഞ്ഞുപോയ അപരാധത്തിന് നീറി പുകയുന്ന മനസ്സുമായി നിൽക്കുകയായിരുന്നു ആ അച്ഛനപ്പോഴും. മഹാലക്ഷ്മിക്ക് അയാളോട് സഹതാപം തോന്നി. മകൻ ചെയ്ത തെറ്റിന് പാവം ഈ മനുഷ്യന് ദന്ത് പിഴച്ചു. ശേഖരേട്ടാ, കിച്ചു പറഞ്ഞതിൻ്റെ വിഷമം കൊണ്ടൊന്നുമല്ല ഞാൻ ഈ മോളെ എനിക്കൊപ്പം കൂട്ടിയത്. ഇവിടെ എത്തിയ നിമിഷം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും പലതും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത ഭാവം നടിച്ചു. പക്ഷെ ഇനിയും കഴിയില്ല ശേഖരേട്ടാ. നമ്മുടെ ഗോപുവിൻ്റെ പ്രായമല്ലേ കാണുള്ളൂ ഇവൾക്ക്. ഇനിയും ഇവളെ അവിടെ നിർത്തിയാൽ ഇവളെന്തെങ്കിലും അബദ്ധം കാണിക്കും. പിന്നെ ശ്രീയുടെ കാര്യം, എൻ്റെ മോൻ്റെ പേരിലല്ലേ കുറച്ച് മുന്നേ എല്ലാവരും കൂടി ഇവളെ ഉപദ്രവിച്ചത്. അപ്പം എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഇനി ഈ കുട്ടി വിഷമിക്കാൻ പാടില്ലാന്ന്. പിന്നെ എൻ്റെ ശ്രീനെ എനിക്ക് വിശ്വാസമാണ്. ആരെന്ത് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ അവൻ മോശക്കാരനാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ആ വിശ്വാസം നഷ്ടപ്പെടും. ആരെന്ത് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ അവൻ മോശക്കാരനാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ആ വിശ്വാസം നഷ്ടപ്പെടില്ല ഒരിക്കലും. മഹാലക്ഷ്മി ആത്മവിശ്വാസത്തോടെ ശ്രീരാമനെ തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. അവൻ നിറഞ്ഞ മനസ്സോടെ മഹാലക്ഷ്മിയെ നോക്കി മന്ദഹസിച്ചു. പിന്നീട് അവരുടെ വലത് കവിളിൽ തൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ച് അമർത്തി ചുംബിച്ചു. തൻ്റെ അമ്മയോടുള്ള അളവറ്റ സ്നേഹവും കരുതലും ബഹുമാനവുമെല്ലാം നിറഞ്ഞൊരു ചുംബനം. 30 വയസ്സായി, ഉദയൻ അല്പം ചൊടിയോടെ പറഞ്ഞു. പുറമേ അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾക്കുള്ളിൽ അതിരിൽ കവിഞ്ഞ ആഹ്ലാദമുണ്ടായിരുന്നു. തൻ്റെ മകൻ അവൻ്റെ അമ്മയോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം അത്രയേറെ അഭിമാനത്തോടെ നിർവൃതിയോടെ ആ അച്ഛൻ നോക്കിക്കണ്ടു. ഉദയൻ്റെ വാക്കുകൾക്കുള്ള മറുപടിയായി ശ്രീറാം ഒരിക്കൽ കൂടി തൻ്റെ അമ്മയെ ഉമ്മ വച്ചു. 10, 30, 60 എത്രയായാലും അമ്മയെന്നും അമ്മ തന്നെയായിരിക്കും. തീർത്തും സൗമ്യമായി പറഞ്ഞവൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് മുകളിലേക്ക് കയറിപ്പോയി. ശ്രീറാം പോയതും പൂർണ്ണ സംതൃപ്തിയോടെ മഹാലക്ഷ്മി ദയയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു. അവൾ അപ്പോഴും ആരുടെയും മുഖത്ത് നോക്കാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ കവിഞ്ഞൊഴുകി നിലം പതിക്കുന്നുണ്ട്. ശ്വാസമടക്കി പിടിച്ചാണ് വിതുമ്പുന്നത് പോലും. എത്രയേറെ സ്വാദുവായൊരു പെണ്ണ്. എന്തിനാ വിഷമിക്കണേ കുട്ടി? ഒരു മകളോടുള്ള വാത്സല്യത്തോടെ മഹാലക്ഷ്മി അരുമയായി അവളുടെ നെറുകിൽ തലോടി. ദയയ്ക്ക് തൻ്റെ ദുഃഖം സഹിക്കാൻ കഴിയാതെയായിപ്പോയി. എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും തൊണ്ടയിൽ നിന്നും കരച്ചിലിൻ്റെ നന്നേ നേർത്തൊരു ചീള് എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് പുറത്തേക്ക് തെറിച്ചു. അവളൊരാശ്രയത്തിനെന്നോണം മഹാലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ വേദനകളും യാതനകളും ഏറ്റുവാങ്ങാൻ ആ അമ്മമനവും തയ്യാറായിരുന്നു. അത്രമേൽ കരുതലോടെ സ്നേഹത്തോടെ അവരവളെ തഴുകി നെറുകയിൽ അരുമയായി ചുംബിച്ചു. മുകൾ നിലയിലെ ബാൽക്കണിയിൽ പലതരം ചിന്തകളിൽ മുഴുകി അകലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു ശരൺ. ഇടയ്ക്കിടെ കൈലാസിനെ അടിച്ച് തൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിടും. കുഞ്ഞുനാൾ മുതൽ ജീവനായി കൂടെ നടന്നവനാണ്. ചെയ്യുന്ന തെറ്റുകളെല്ലാം പലപ്പോഴും ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം നിന്ന് തിരുത്തി കൊടുക്കാറുണ്ടായിരുന്നു, ശകാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായാണ് നോവിക്കുന്നത്, അതും ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്. അവൻ നിരാശയോടെ നെറ്റിയിൽ കൈ താങ്ങിയിരുന്നു. ചെയ്തു പോയ പ്രവൃത്തി അവനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരൺ! ശ്രീറാമിൻ്റെ ശബ്ദം കേട്ടവൻ കണ്ണുകൾ അമർത്തി തുളച്ച് പിന്തിരിഞ്ഞു നോക്കി. എന്തേ നീ ഒറ്റയ്ക്കിരിക്കുന്നു? വയ്യേ നിനക്ക്? ആകുലതയോടെ തൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കുന്ന ശ്രീറാമിനെ ശരൺ അലിവോട് നോക്കി. ഒന്നുമില്ല ഏട്ടാ. പറയുന്നതിനൊപ്പം ശ്രീറാമിനായി ഒട്ടും തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരിയും നൽകി ശരൺ. ഗോപു ഇവിടെ? താഴേക്കൊന്നും കണ്ടില്ലല്ലോ അവളെ. ഗോപു മുറിയിലിരിപ്പുണ്ട്. ഇനി ഞങ്ങൾ ഒരുമിച്ച് മുറിയിൽ കണ്ട് അവൻ ബാക്കി കഥ മെനഞ്ഞുണ്ടാക്കേണ്ടെന്ന് കരുതി ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാ. ഉള്ളിലുള്ള ദേഷ്യമെല്ലാം മുന്നിലെ കൈവരിയിൽ പിടിച്ച് ഞെരിച്ചു തീർത്ത് ശരൺ പുച്ഛത്തോടെ പറഞ്ഞു. മറന്നേക്ക് ശരൺ. കിച്ചു പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. അവൻ പറഞ്ഞതിന് നീ അവനെ അടിച്ചില്ലേ? മതി, അതവിടെ തീർന്നു.